ഹലോ ഫ്രണ്ട്സ്, നോട്ട് മൈ ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സൂപ്പർ മാർക്കറ്റിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ എന്തായാലും കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും കൊടുക്കണം. നമുക്ക് നേരെ കടയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ കടയിലേക്കുള്ള കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചാൽ കൊള്ളാം. ഫ്രണ്ട്സ്, നമ്മളെന്തായാലും ഫ്രിഡ്ജൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ചെറിയ ഫ്രിഡ്ജ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വാങ്ങിച്ച് വെക്കാം. നമ്മൾ ഈ സൈഡിലായിട്ടാണ് എപ്പോഴും നല്ല ഫ്രിഡ്ജ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ ഫ്രിഡ്ജ് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കടയിലേക്ക് കുറച്ച് ഫ്രിഡ്ജ് വാങ്ങിച്ചു. ഒരു ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മളതെടുത്ത് ആ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ആൾക്കാർക്കൊക്കെ ഇത് കൊടുക്കുവാണ്, കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുവാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു അമ്മച്ചി വന്നിട്ടുണ്ട്. ആ അമ്മച്ചിക്ക് നമ്മൾ ബില്ലൊക്കെ അടച്ചു കൊടുത്തു. നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുറേ ബില്ല് അടച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, മോനെ ഇതൊന്ന് പെട്ടെന്ന് ബില്ല് കൂട്ടിക്കേ നീ ഒന്ന്. ഓക്കെ അമ്മച്ചി, ഞാൻ പെട്ടെന്ന് തന്നെ ബില്ല് കൂട്ടിത്തരാം. 5 രൂപയുള്ളൂ. താങ്ക്സ് ഒന്നും വേണ്ടായിരുന്നു. ഹലോ മോനെ, ഈ ജ്യൂസ് മാത്രമേ പെട്ടെന്ന് അടിച്ചേരണേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചേഞ്ച് വരുമോ? കൊടുത്തോണ്ടിരിക്കുകയാണ് പൈസ. നമ്മുടെ ഈ ഒരു ഇത് കണ്ടോ ഗൈസ്, പൈസ പെട്ടി. അതിനകത്ത് കുറേ പൈസയുണ്ട്. ബട്ട് നമ്മുടെ കയ്യിൽ ഒരു പൈസ കൈ കാണുന്നില്ല. ഉണ്ട് 101.40. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ബില്ലടിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തർ കുറേ സംഭവങ്ങൾ എടുക്കുന്നുണ്ട്. ചിലവരത് വേണ്ടെന്നും പറഞ്ഞു പോകുന്നുണ്ട്. ചേട്ടാ, എന്തിനാ ചേട്ടാ ചൂടാവുന്നേ? ബില്ല് തരത്തില്ലേ? ഓക്കെ ഫ്രണ്ട്സ്, ആ ചേട്ടൻ നമ്മുടെ അടുത്ത് ചൂടായി. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ലോൺ എടുത്തു ഗൈസ്, ലോണ്. ഓക്കെ, നമുക്ക് കുറച്ച് ലോൺ എടുക്കാമല്ലോ. ഓക്കെ, നമ്മൾ 871 അത്ര രൂപയുടെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറേ പേയ്മെൻ്റ് ഉണ്ട്. അതെല്ലാം നമ്മൾ പിന്നെ പർച്ചേസ് ചെയ്തു. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചുകൂടെ സ്പേസ് വാങ്ങിച്ചു. ഇനി ആ സ്പേസിലേക്ക് നമുക്ക് ഓരോ സംഭവങ്ങളിങ്ങനെ വെക്കണം. അത് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവമാണ്. നമ്മളെല്ലാം നല്ല നീറ്റായിട്ടിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കട എന്ന് പറയുമ്പോൾ നല്ല നീറ്റ്ഫുള്ളായിരിക്കണം. ഓക്കെ, എന്നാലേ ആൾക്കാരൊക്കെ നമ്മുടെ കടയിൽ വന്ന് നമ്മൾ ഫ്രിഡ്ജ് ഈ അറ്റത്താണ് വെച്ചേക്കുന്നത്. ഇപ്പം അതുപോലത്തെ ഒരു ഷെൽഫ് വീണ്ടും ഷെൽഫ് വാങ്ങാമല്ലോ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ സ്പേസ് പിന്നെയും ഇപ്പം 4ാമത്തെ ലെവലിലേക്ക് കയറിയത് കൊണ്ടാണ് നമുക്കത് വാങ്ങാൻ പറ്റുന്നത്. ഒരേ ലെവൽ കൂടുമ്പോൾ തോന്നും നമുക്ക് ഒരേ സ്പേസസ് ഇങ്ങനെ വാങ്ങാൻ പറ്റും. അതോടെ തന്നെ നമുക്ക് 10 ലെവൽ കഴിഞ്ഞാൽ ആ ഒരു ഡോറ് തുറക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരേ ഡോറായിട്ടും കുറേ സംഭവങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ബില്ലേഴ്സിനെ വെക്കാം, ബില്ലടിച്ച് കൊടുക്കുന്ന ആൾക്കാരെ വെക്കാം. പിന്നെ കുറേ ആൾക്കാർ ഈ ചേട്ടനൊക്കെ വാരിക്കോരി എടുത്തോണ്ട് പോകണല്ലോ. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ ഫുട്ബോൾ താരങ്ങളൊക്കെ നമ്മുടെ കടയിൽ വരെ. എനിക്ക് എന്ത് പറയാൻ, ഫുട്ബോൾ താരങ്ങൾ. പിന്നെ കുറേ പേയ്മെൻറ്റ് നമുക്ക് വരും കേസ്. ഇങ്ങനെ അടയ്ക്കാനായിട്ട് കുറേ പേയ്മെൻറ്റ് വരും. ഒരു ഈ $55 ഒക്കെ ഇതാണ് കേസ് നമുക്ക് വരുന്നത്. അതെല്ലാം നമ്മൾ അവരവിടെ കിടന്ന് പോകുന്നു. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ടില്ലേ നമുക്ക് പോയി ബില്ലൊക്കെ അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ ഞാൻ അടിച്ചു താമ്പക്കോളൂ. അപ്പം ഗൈസ്, അടുത്ത അമ്മച്ചി വന്നിട്ടുണ്ട്. ആ അമ്മച്ചി ഇവിടെ വരുന്ന എല്ലാവരും ചെറിയ ചെറിയ മുഖ ഷേപ്പുണ്ട് ഗൈസ്. ട്വിൻസാണ്, ഫുള്ള് ട്വിൻസ് പിള്ളേരാണ്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കുറച്ചേറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു സെൽഫും കൂടെ എൻ്റെ മനസ്സങ്ങനെയാണ് പറഞ്ഞത്. ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് മനസ്സിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മൂളുന്നുണ്ടായിരുന്നു. ഓർഡർ ചെയ്യൂ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓർഡർ ചെയ്തു ഗൈസ്. അപ്പോൾ ഞാനങ്ങനെ ഓർഡർ ചെയ്തു. അതും വെക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, നിങ്ങൾ തന്നെ പലവട്ടം എൻ്റെ ഒരേ വീഡിയോൻ്റെ പാർട്ട് 1ൻ്റെയും പാർട്ട് 2 കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ.
ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് പോകാറുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ കൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് താമസിച്ച് ബില്ലടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ സ്പീഡപ്പ് എന്ന് പറഞ്ഞിട്ട് $1 നമ്മുടെ കയ്യിൽ നിന്ന് $1 അവർ തരില്ല, അവർ കൊണ്ടുപോകും ഗൈസ്. ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് താഴെ കാണുന്നുണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെക്കാനുള്ള പാലും സംഭവമൊക്കെ. കട അടയ്ക്കാറായി, അതുകൊണ്ടാണ് ഗൈസ്, അതുകൊണ്ടാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലെന്നല്ല, എന്നാലും ഇപ്പോൾ ഇരുട്ടായതുകൊണ്ടായിരിക്കും അത് നമ്മൾ ഒരുവിധം അത് പറ്റില്ലെന്നറിഞ്ഞു നമ്മൾ കട ക്ലോസ്. ഇന്നത്തെ പ്രോഫിറ്റ് അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.